അയോധ്യയിലെ ശ്രീരാമ വിഗ്രഹത്തിന്റെ പൂർണ്ണ ചിത്രം പുറത്തുവിട്ടു. രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റാണ് രാമലല്ലയുടെ ചിത്രം പുറത്തുവിട്ടത്. ഇന്നലെയാണ് രാമലല്ല വിഗ്രഹം ശ്രീകോവിലിൽ എത്തിച്ചത്. വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് തന്നെ ഇപ്പോൾ രാംലല്ല വിഗ്രഹത്തിന്റെ പൂർണ്ണമായ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് രാംലല്ല വിഗ്രഹത്തിന്റെ ആദ്യ രൂപം മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ലഭ്യമായത്. പക്ഷേ അതിൽ മുഖം തുണി കൊണ്ട് മൂടിയിരുന്നു. എന്നാൽ ഉച്ചതിരിഞ്ഞ് ഇപ്പോൾ ട്രസ്റ്റ് അധികൃതർ തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്ന പ്രതിഷ്ഠയുടെ പൂർണ്ണ രൂപം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ നൽകിയിരിക്കുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അയോധ്യയിലെ രാമജന്മഭൂമിയിലെ ശ്രീകോവിലിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിഷ്ഠ എന്നത്. ഈ പ്രതിഷ്ഠയിലാണ് പ്രാണപ്രതിഷ്ഠ ഇനിയും വരുന്ന 22-ാം തീയതി 12:20 എന്ന ധന്യ സമയത്തിൽ നടക്കാൻ പോകുന്നത്. ബാലകരാമന്റെ കല്ലിൽ തീർത്ത പ്രതിഷ്ഠയാണ് രാമക്ഷേത്രത്തിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കർണാടകയിലെ മൈസൂർ സ്വദേശിയായിട്ടുള്ള വിശ്വപ്രസിദ്ധനായ അരുൺ യോഗിരാജ് എന്ന ശില്പിയാണ് ഈ ശില്പം തീർത്തിരിക്കുന്നത്. 5 വയസ്സ് പ്രായമുള്ള രാംലല്ലയുടെ പ്രതിഷ്ഠ, അതായത് ഭഗവാൻ ശ്രീരാമൻ ജനിച്ച മണ്ണിൽ ആ ജനനത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിഷ്ഠ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ക്ഷേത്രാങ്കണത്തിലേക്ക് കനത്ത സുരക്ഷാ വലയത്തിൽ നിരവധി സന്യാസിമാരുടെ നേതൃത്വത്തിൽ തന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ശ്രീകോവിലിനുള്ളിലേക്ക് എത്തിച്ചു. ശ്രീകോവിലിലേക്ക് ഈ പ്രതിഷ്ഠ എത്തിക്കുന്നതിന് മുമ്പ് പ്രത്യേക കലശം ക്ഷേത്ര മണ്ഡപത്തിലും അതോടൊപ്പം തന്നെ ശ്രീകോവിലിനകത്തും നടത്തിയിരുന്നു. അതിനുശേഷമാണ് വിഗ്രഹം അവിടെ സ്ഥാപിച്ചത്. ഇനിയും പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് ഏറ്റവും പ്രധാനമായി നടക്കാനിരിക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ബാലകരാമന്റെ പ്രതിഷ്ഠാ രൂപം എന്താണ് എന്ന് കൃത്യമായി വ്യക്തമാകുന്നതിന് വേണ്ടി അയോധ്യയിൽ നിന്ന് ഗൗതം അനന്തനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാമജന്മഭൂമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ബാലരാമന്റെ 5 വയസ്സുള്ള ബാലരാമന്റെ പൂർണ്ണ ചിത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റാണ് രാമലല്ലയുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്.